നിങ്ങളിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് 6th സെമ്മിലെ വൈവേനെ പറ്റിയിട്ട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ശരിക്കും എന്താണ് വൈവയും കൊണ്ട് ഉദ്ദേശിക്കണേ? നമുക്ക് ആക്ച്വലി പ്രൊജക്റ്റിൻ്റെ അകത്തൊരു വൈവ ഉണ്ട്. മെയിൻ പ്രൊജക്റ്റിൻ്റെ അകത്ത് വൈവ എന്ന് പറഞ്ഞാൽ മിനി പ്രൊജക്റ്റിന് നിങ്ങൾ എക്സ്റ്റേണലിൽ എങ്ങനെയായിരുന്നോ അതുപോലെയൊക്കെ തന്നെയാണ് ഇതിലും സംഭവിക്കണേ. അതല്ലാതെ 6th സെമ്മിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വൈവയുണ്ട്. അതപ്പോൾ സിലബസ് പ്രകാരം പറയുവാണെങ്കിൽ 1st സെം തൊട്ട് 4th സെം വരെയുള്ള ഏതെങ്കിലും കുറച്ച് കോഴ്സസ്, അതായത് COA DBMS അങ്ങനെയുള്ള ഏതെങ്കിലും സബ്ജക്ട്സ് നിങ്ങളൊരു 3-4 പഠിച്ച് വെക്കണം. അപ്പോൾ റൂള് പ്രകാരം എന്ത് വേണമെങ്കിലും ഏത് സബ്ജക്റ്റിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ വരുന്ന ടീച്ചേഴ്സ് അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു 3 സബ്ജക്റ്റ് പിക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ആ 3 സബ്ജക്ട്സ് ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതനുസരിച്ചിട്ടായിരിക്കും ടീച്ചേഴ്സ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ ആൻസർ പറയുക. റെയറായിട്ടാണ് ഈ ഒരു വൈവയ്ക്ക് പലരെയും തോൽപ്പിക്കാറുള്ളത്. എക്സ്ട്രീംലി റെയറാണ്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പാസ്സായി പോകാൻ പറ്റും. സിലബസിൽ 1st സെം തൊട്ട് 4th സെം വരെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 6th സെമ്മിലെ സബ്ജക്റ്റ് പറയാം. അത് പക്ഷേ വരുന്ന ടീച്ചേഴ്സ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കോളേജിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുവാണെങ്കിൽ ലൈക്ക് ഇന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നോക്കിയാൽ മതി, അങ്ങനെ എന്തെങ്കിലും ഹിൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും തരുവാണെങ്കിൽ അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം അവർക്കായിരിക്കും എന്നേലും കുറച്ചുകൂടി നന്നായിട്ട് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി എന്തെങ്കിലും പറയാൻ പറ്റിയാൽ അത് അവർക്കായിരിക്കുള്ളൂ. സോ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങളത് കറക്റ്റായിട്ട് ചോദിക്കുക, എങ്ങനെയായിരിക്കും ഞങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. സിലബസ് പ്രകാരമാണെങ്കിൽ 1st സെം തൊട്ട് 4th സെം വരെയുള്ള ഏത് സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് നോക്കേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെബ്സൈറ്റ് ഉണ്ട്. ഗീക്സ് ഫോർ ഗീക്സ്, ജാവ ടു പോയിൻ്റ്, ട്യൂട്ടോറിയൽസ് പോയിൻ്റ്, അങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്വിക്കായിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാം അത് വെച്ചിട്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടൊക്കെ ഒന്ന് വായിച്ച് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ എക്സാംസിൽ എഴുതുന്ന പോലെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വേണ്ട അത്രയും കണ്ടൻറ്റിലൊന്നും പഠിക്കേണ്ടി വരില്ല. ഭയങ്കര ബ്രീഫായിട്ട് പഠിച്ചാൽ മതിയാവും. ചിലപ്പോൾ ഒരു 4-5 സെൻറ്റൻസൊക്കെ പറയാനൊക്കെ ഉണ്ടാവുള്ളൂ.